ഭഗവതേ വാസുദേവായ. ഓം ശ്രീ മഹാവിഷ്ണവേ നമോ നമഃ. അധ്യായം 4. ദക്ഷയാഗം, സതീദേഹത്യാഗം. ഇത്രയും അരുളിയിട്ട യാത്രയെ മുടക്കിയാൽ ഈ സ്ഥലത്തിലും അയച്ചിടയും രണ്ടിടത്തിലും സുഹൃദിഷുവാം ആ സതിക്കുണ്ടാകും മൃതിയെന്ന് ശങ്കിച്ചു മൗനം പൂണ്ടാൻ. ബന്ധുസ്വർഷണേച്ഛയാൽ പുറത്തു വന്നു വീണ്ടും കാന്തനെ ഭയന്ന് അകമ്പോകിയും അസ്വസ്ഥയായി സ്നേഹത്താൽ കണ്ണീർ വാർത്തു കരഞ്ഞും ക്രോധവായ്പാൽ ദേഹമാകവേ വിറയാർന്നു. അക്കാർത്തിയായിനി ഈ ക്ഷണം ദയിപ്പിക്കുമെന്ന് തോന്നിയിടും മട്ട് അത്യക്ഷണം ഭർത്താവിനെ ഒന്നുടൻ നോക്കിയിടിനാൽ ഭർതൃകൽപ്പന ലംഘിക്കുന്നതിൽ വൈക്ലഭ്യവും യാത്രയെ കാന്തം തടയുന്നതിൽ വിരോധവും വർദ്ധിച്ച് ദീർഘശ്വാസം വിട്ടുകൊണ്ട് അതി ദീനചിത്തയായി സ്ത്രീ സഹജമായുള്ള മൗഢ്യം പൂണ്ട് സത്വക്കൾക്കെല്ലാം പ്രിയങ്കരനായി പ്രേമവായ്പാൽ അർദ്ധാംഗമരുളിയെ കാന്തനെ കൈവിടിഞ്ഞു ഇറങ്ങി നടകൊണ്ടാൽ പിതൃഗേഹത്തിലേക്കായി ത്വരിതം പതിവ്രതാതിലകം സതീദേവി വേഗത്തിൽ അടിവെച്ചങ്ങേകയായി സുസ്വാമിനി ഭോഗവേ ശങ്കരന്തൻ കിങ്കര മുഖ്യന്മാരാം നന്ദീശ മണിമന്മദാദികൾ യക്ഷവര്യരൊന്നിച്ച് ദുഃഖത്തോട് പിന്നാലെ ചെന്നിടിനാൾ. പെൺകൊറ്റക്കൂട് മാല ശാരികയാല വട്ടം പങ്കജം പന്ത് ഗാനയന്ത്രങ്ങൾ വാദ്യൗഘങ്ങൾ ദർപ്പണം ഇവയേന്തിക്കൂടെ എത്തി അലങ്കാരമർപ്പിച്ച് വൃക്ഷത്തിന്മേൽ ദേവിയെ എത്തിപ്പോയാറ് വേദമന്ത്രോച്ചാരണോർജിതമായി ഹിംസാസ്ഥാനോപേതമായി ബ്രഹ്മർഷികൾ സുരരും ചുഴന്നതായി മരം, മണ്ണ്, ഇരുമ്പ്, തോൽ, ദർഭ, പൊന്ന് എന്നിവറ്റാൽ വിരചിച്ചുള്ള യജ്ഞപാത്രങ്ങൾ കലർന്നതാം ദക്ഷയാഗാലയത്തിൽ ചെന്നു കയറിനാൾ. വിശാലാക്ഷിയാം ദാക്ഷായണി പരിവാരങ്ങളോടും ദക്ഷനെ ആദരിച്ചതില്ല. അവനെ ഭയന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ അവഗണിച്ചാറ്. സദസ്യനു അമ്മയും സഹോദരിമാരും പ്രേമാസുതോകി സമ്മോദാദരങ്ങളോട് ആശ്ലേഷം ചെയ്തുകൊണ്ടാറ്. മാതാവും തഥാ മാതൃസോദരി പുത്രിമാരും സോദരിമാരും പാരും ഉചിതമാകും വിധം സാദരം മാന്യാസനമേകിയും കുശലങ്ങൾ ഓതിയും സാധനങ്ങൾ അർപ്പിച്ചും അർച്ചിക്കലും ഒന്നുമേ കൈക്കൊണ്ടില്ല. ജനകൻ നിരാകരിച്ചെന്നതോർത്ത് അന്തരംഗം തകർന്ന് സതീദേവി അച്ഛനാ വിഭുവിനെ അപമാനിച്ചെന്നതും വെച്ചില്ല. യാഗഭാഗമദ്ദേവൻ എന്നുള്ളതും ആലോചിക്കണം. യാഗ സദസ് അനാദ്രത നീലകണ്ഠ പ്രേയസിയ രാജരാജേശ്വരി സഹസ ലോകമാകി ദഹിപ്പിച്ചിടും മട്ട് വഹിച്ചാൽ അസഖ്യമായിടും ഉത്കൃഷ്ട ക്രോധം. സതിതൻ കോപം ജ്വലിച്ചിടവേ ഭൂതവൃന്ദം സദസ്യ സംഹാരാർത്ഥം എഴുന്നേറ്റത് കണ്ട് അമർത്തി തേജസാൽ അവരെ കർമ്മമാർഗ ശ്രമത്താൽ ഗർവമാളുമാം
ശിവവിദ്വേഷിയെ സമസ്ത ജനങ്ങളും കേൾക്കവേ വാക്യങ്ങളാൽ ക്രമം വിട്ടുള്ള അമട്ടിൽ അധിക്ഷേപിച്ചിടിനാൽ സമസ്ത ജനങ്ങളും കേൾക്കവേ വാക്യങ്ങളാൽ ക്രമം വിട്ടുള്ള മട്ടിൽ അധിക്ഷേപിച്ചിടിനാൽ ദേഹികൾക്കെല്ലാം പ്രിയഭൂതനും ആത്മാവുമായി സ്നേഹിത പ്രിയ ഭേദവിചാരവിഹീനനായി ആരിലും വൈരമില്ലാത്തവനായി തന്നെ കവിഞ്ഞാരുമീ ഉലകിൽ ഇല്ലെന്ന പോൽ ഉല്ലസിക്കും ഭവനാം ഭഗവാനോട് അങ്ങൊഴിഞ്ഞ് ഏതൊരാള് ഭുവനം തന്നിൽ വിപരീതമായി പ്രവർത്തിക്കും.
അവ്യക്തലിംഗത്തോടു കൂടി അതല്ല പദം, സുവ്യക്തം സേവിപ്പതും അല്ല. അവധൂതാന്വയം ഭവാനോട് അപരാധം ചെയ്ത ദേഹത്തിൽ നിന്നും ഭവിച്ച നീചജന്മഭൂവാകും ഈ ശരീരം. എനിക്കിങ്ങനെ വേണ്ട വേണ്ട. തത്സമാഗമം നിനച്ചേടുകൾ എനിക്ക് അനൽപമോ ലജ്ജാവകം. വിനയഹീനം അകൽ നിന്ന ജൈവോനിൽ നിന്നി ജനിയു പാർത്തിയിടുകിൽ. എത്രയും നിന്നിമത്രയും തൽക്കുല സ്മൃതിയേർക്കും ദാക്ഷായണീ നാമത്തിൽ മുക്കണ്ണു സ്വാമി എന്നെ വിളിക്കും സന്ദർഭത്തിൽ ഹന്ത ഞാൻ നർമ്മസ്ഥിതം വെടിഞ്ഞ് തലതാഴ്ത്തി സന്താപവരം വഹിക്കേണ്ടതായി വരുന്നിടം. അതിനാൽ ത്വതങ്കജം ശവതുല്യമീ ദേഹമിതാ ഞാൻ തിരിക്കുന്നതീക്ഷണം കണ്ടുകൊള്ളുക. ക്ഷത്താവേ ജിതാശത്രു ക്ഷത്താവേ ജിതശത്രു യാഗശാലയിൽ വെച്ച് ക്രുദ്ധയാം സതീദേവി ദക്ഷിണോടേവം ചൊല്ലി ശല്യസ്പർശം ചെയ്ത് പീതവസ്ത്രാവൃതയായി ചലനഹീനം സ്വയം വാക്കുകൾ നിയന്ത്രിച്ച് യോഗമാർഗാലംബയായ അക്ഷികളടച്ചിട്ട് അവ്യാകുലം വെറും മണ്ണിൽ പടക്കോട്ടിരുന്നതേ ആസനങ്ങളെ ജയിച്ച് അനിലദ്വയത്തെയുമാ സതി സമമാക്കി നാഭിയക്കത്തിൽ നിന്ന് ഉയർത്തി ഉദാനനെ സ്ഥാപിച്ചു. ഹൃത്തിലെ നമ്പിനെയും പുരസ്ഥിതനാം സമീരനെ കണ്ഠമാർഗമായ നിജബുദ്ധിയാൽ മെല്ലെ മെല്ലെ കൊണ്ടുപോയി ഭ്രൂമധ്യത്തിൽ എത്തിച്ച ആ നിന്നിതാം മഹത്വക്കളും മഹാപൂജ്യരുമായുള്ളോർ മഹർഷിച്ചേടും. മഹത്വക്കളും മഹാപൂജ്യനായുള്ളോര് സകർഷം അർച്ചിച്ചേടും ശ്രീ ശിവൻ തന്നംഗത്തിൽ അന്വകം ഏറ്റിടുമാം സുന്ദരാംഗത്തെ ദക്ഷൻ തന്നോടുള്ള അമർഷത്താൽ പാനിച്ചിടും. ധീരയാം സതീദേവി തന്ന അവയവങ്ങളിൽ മാരുതാനന്മാരെ ധ്യാനം ചെയ്തുറപ്പിച്ചാൽ പിന്നെയാ ലോകത്തിലെ ഗുരുവാം നിജകാന്തൻ തന്നെ പാദപങ്കജാസവധ്യാനത്തോട് മിന്നുമ സതീദേവി ഏകദാനതമൂലമാം അന്യമായി ഒന്നിനെയും കണ്ടില്ല പെട്ടെന്നുതാൻ സുന്ദരം പാപഹീനം സ്വദേഹം യോഗോജ്വലവന്തിയിൽ ദഹിപ്പിച്ചാളെന്നതേ പറയേണ്ടു. മഞ്ഞിലും പിന്നിലുമീ ഉദ്ഭൂതകൃത്യം കണ്ടു നിന്നവർ കഷ്ടം കഷ്ടമെന്ന് ഉച്ചമോതിടിനാൽ ദക്ഷനാൽ പ്രകോപിതനായിടും. ദ്രക്ഷപത്നീക്ഷണം പ്രാണത്യാഗം ചെയ്തഹോ മഹാകഷ്ടം. ഈ ചരാചരമെല്ലാം പ്രജകളായിടുമാ ദക്ഷനാം പ്രദേശന്തൻ ആത്മതയ്ക്ക് അളവുണ്ടു. കാണുവിൻ കഷ്ടം സർവഗുണ സമ്പന്നയാമി ഏനാക്ഷി അന്യനാരിമാരിൽ വെച്ചേറ്റം മാന്യ ഇവളെ ദക്ഷം സമാധിച്ചില്ല എന്നെല്ലാം ഏറ്റവമാനിക്കുകയും ചെയ്തെന്നത് കൊണ്ടല്ലയോ അസഖ്യ ഹൃദാപാത്രമായവൾ സകസാതന്ന സുക്കൾ തള്ളിയിടുവാൻ ഇടയായത് കഷ്ടം. അന്യർ തന്നുയർച്ചയിൽ അസൂയ വഹിച്ച് ഈശ നിന്ന